ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഫിയാട്ടിൻ യൂട്യൂബ് ചാനൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എന്താ പറ്റിയെന്ന്. എനിക്കൊന്നും പറ്റിയിട്ടില്ല ഗൈസ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. എന്തോ എനിക്ക് അത് പറയണമെന്ന് തോന്നി, പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ. വേറൊന്നുമല്ല കേട്ടോ, നമ്മളുടെ സ്കിന്നിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളുടെ ഫേസ് കെയറിനെ പറ്റിയിട്ട് ഞാൻ പോകുന്ന ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും സ്കിന്നിൽ ചേഞ്ചസ് ഉണ്ടാകുവേ. അതായത് ഭയങ്കരമായിട്ടും അങ്ങോട്ട് വെളുത്തിട്ട് ഇതാവൂന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ അൺഈവൻ സ്കിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചസ് ഉറപ്പായിട്ടും ഉണ്ടാകും. കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. നമ്മൾ പകുതി യൂസ് ചെയ്ത് അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് നിർത്തി. നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് എപ്പോഴും കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പകുതിക്കിട്ട് നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ടും കിട്ടില്ല. പിന്നെയും നമ്മുടെ സ്കിന്ന് ചിലപ്പോൾ പഴയതുപോലെയൊക്കെ ആകാനും സാധ്യതയുണ്ട്. എന്തായിരുന്നാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അധികം വലിച്ചു നീട്ടിക്കൊണ്ട് ഞാൻ പറയുന്നില്ല, കാരണം അതിനൊന്നും ഞാൻ ആളല്ല. എന്തായിരുന്നാലും എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാവേ. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്ലമ്മിന്റെ സാഫ്രോൺ പപ്പായ ഗ്ലോ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ്. ഇതൊരു നല്ല ഫേസ് വാഷ് ആണ് കേട്ടോ. പ്ലമ്മിന്റെ പിന്നെ എല്ലാവർക്കും അറിയാലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് റേറ്റും ഇല്ല, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ, അതായത് പറ്റുന്ന പോലെ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഫേസ് വാഷ് ആണ്. നമ്മളുടെ ബഡ്ജറ്റിന് പറ്റിയ ഒരു ഫേസ് വാഷ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, മോയ്സ്ചറൈസർ. മസ്റ്റായിട്ട് നമ്മുടെ ഫേസിൽ ഇടേണ്ട ഒരു സാധനമാണ് ഇത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഓഷ്യയുടെ ഗ്രേപ്പ് മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇതും നല്ലൊരു ബ്രാൻഡായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ്. ഇതിന് മുന്നേ ഞാൻ വേറെ ഏതായിരുന്നു യൂസ് ചെയ്തത്. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, സൺസ്ക്രീൻ. ലാസ്റ്റ് സ്റ്റെപ്പ്. വീട്ടിൽ നിന്നാൽ കൂടി ഇത് ഇട്ടിട്ട് വേണം നിൽക്കാനെന്ന് മനസ്സിലാക്കിയത് ഞാൻ കഴിഞ്ഞിടക്കാണ് കേട്ടോ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പം എന്നാൽ നമ്മൾ വീട്ടിൽ നിന്നാൽ കൂടിയും ഈ സാധനം ഇടണം ഗൈസ്. പിന്നെ ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് VLCCയുടെ ആയിരുന്നേ. അത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതിനെ വെച്ച് നോക്കാനാണെങ്കിൽ ഇത് അത്രയും പോരാ. എന്തോ ഒരു വൈറ്റ് കാസ്റ്റ് ഒക്കെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെ ഇടയ്ക്ക് വരുന്നത് മാതിരി. അതൊരു നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒരു ടെക്സ്ചർ ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ഫുൾ കവറേജ് തരുന്ന പോലത്തെ ഒരു സൺസ്ക്രീൻ ആയിരുന്നു. അതില്ലാന്നെ കൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് തൽക്കാലത്തേക്ക് വാങ്ങിച്ചതാണ് നേച്ചേഴ്സിൻ്റെ. അതാണ് ഈ ഒരു കുഞ്ഞു ട്യൂബായിട്ട് വാങ്ങിച്ചത്. ഇതിപ്പോൾ ഞാൻ 2 ആഴ്ച യൂസ് ചെയ്യുന്നു. വലിയ കുഴപ്പമില്ല, എന്നാലും ഓക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി സ്കിൻ റൂട്ടീനിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതൊന്നും കൂടാണ്ട് നമ്മൾ ഇടയ്ക്കെങ്കിലും വീക്ക്ലി 1 ടൈമെങ്കിലും നമ്മൾ നമ്മളുടെ ഹോം റെമഡീസ് ട്രൈ ചെയ്യുന്നത് ഇതിനേക്കാളും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ കെമിക്കൽസിൻ്റെ കൂടെ കുറച്ചെങ്കിലും നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാമേ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബൈ ബൈ.